കിഡ്സ്, എനിക്കറിയാം നിങ്ങൾക്ക് ഇതുവരെയുള്ള പേപ്പേഴ്സ് ഒക്കെ കുറച്ചൊരു ടഫായിരുന്നു അല്ലേ? പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് എത്ര ടഫ് ആയിക്കോട്ടെ, എത്ര ഈസി ആയിക്കോട്ടെ, നമ്മളുടെ 4ാമത്തെ ചാപ്റ്ററിലെ മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റീസ്, അതിൽ നിന്നും 100% ഷുവർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരാൻ പോവാണ്. അതെങ്ങനെ തല കുത്തി മറന്നു ചോദിച്ചാലും ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾ ഓൺ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരിക്കും. ഇനി നിങ്ങൾ വേറെ നിങ്ങളുടെ സീനിയേഴ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്ക്, ഏത് ടേം എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് പാദവാർഷികമോ അർദ്ധവാർഷികമോ ഫൈനലോ ഏതോ എടുത്താട്ടെ, എല്ലാത്തിലും ഈ ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ടും കാണുന്നതാണ്. അവൻ ഇവനാണടാ, നമുക്ക് എന്ത് വരും? x+y-യും x,y-യും തരും. എന്നിട്ട് നിങ്ങളോട് പറയും എക്സ്പാൻഡ് x+1 × y+1 എക്സ്പാൻഡ് ചെയ്യാൻ പറയും. അതുപോലെ x+1 × y+1 ഫൈൻഡ് ചെയ്യാനും പറയും. അപ്പൊ നിങ്ങൾ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ് x+1 × y+1. ഇതെങ്ങനെയാ ചെയ്യാ? ആദ്യം x കൊണ്ട് ഇവനെയും ഗുണിക്കുന്നു, അതായത് x കൊണ്ട് y-നെ ഗുണിക്കുന്നു xy, പ്ലസ് x-നെ കൊണ്ട് 1-നെ ഗുണിക്കുന്നു x, പ്ലസ് അടുത്ത എന്താണ്? നമുക്ക് ആരാ ബാക്കിയുള്ളത്? പാവം 1 ഉണ്ട് അല്ലെ? 1-നെ കൊണ്ട് y-നെ ഗുണിക്കുന്നു പ്ലസ് y, പ്ലസ് 1-നെ കൊണ്ട് 1 ഗുണിക്കുന്നു പ്ലസ് 1. ഓക്കെ, പ്ലസ് 1. ഇത് നോക്കിയേടാ, ഇതെന്തായിരിക്കും? x+y അല്ലെ? അതായത് നമുക്ക് നോക്കുക, നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് x+y 12 ആണ് തന്നിട്ടുണ്ട്, xy 11 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ 11 + 12 + 1 അതായത് 24 ആയിരിക്കും ആൻസർ. ഇത്രമാത്രം എൻ്റെ മക്കൾ ആലോചിച്ചാൽ മതി. എന്താ ആലോചിക്കേണ്ടത്? x+1 × y+1 എങ്ങനെയാ എക്സ്പാൻഡ് ചെയ്യാന്ന് അറിയുന്ന ഒരു കുട്ടിക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. വേറൊരു ക്വസ്റ്റ്യൻ നോക്കിയേ, പ്രൊഡക്റ്റ് ഓഫ് ഏജസ് ഓഫ് ചൈൽഡ് ആൻഡ് ഹെർ മദർ ഈസ് 84 ആൻഡ് സം ഓഫ് ദെയർ ഏജസ് എന്താണ്? നമ്മളുടെ 31. വാട്ട് വിൽ ബി ദ പ്രൊഡക്റ്റ് ഓഫ് ദെയർ ഏജസ് നെക്സ്റ്റ് ഇയർ ആൻഡ് ലാസ്റ്റ് ഇയർ? അതായത് ഒരു കുട്ടിയുണ്ട്, ഒരു അമ്മയുണ്ട്. അപ്പൊ ഏജ് ഓഫ് ചൈൽഡും ഏജ് ഓഫ് മദറും ആണ് നമ്മളോട് പറഞ്ഞത്. അപ്പൊ ഏജ് ഓഫ് ചൈൽഡ് ഞാൻ എന്താക്കി എടുക്കുന്നു? x ആയിട്ട് എടുക്കുന്നു. അതുപോലെ ഏജ് ഓഫ് മദർ എന്ന് പറയുന്നത് ഞാൻ എന്താക്കി എടുക്കുന്നു? y ആക്കിയിട്ട് എടുക്കുന്നു. ഒരു പ്രശ്നമില്ലല്ലോ? ആർക്കോ എന്തോ പ്രശ്നമുണ്ടോ? ഇല്ല അല്ലെ? ഇനി നോക്ക്, അവരുടെ ഗുണനഫലം എത്രയാടാ? ആ പ്രായങ്ങളുടെ ഗുണനഫലം, അതായത് x × y എന്ന് പറയുന്നത് എത്രയാ? 84 ആണ്. അതുപോലെ അവരുടെ ഏജിന്റെ തുക എന്ന് പറയുന്നത് 31, അതായത് x+y = 31 ആണ്. ഇനി നിങ്ങളോട് എന്താ പറഞ്ഞത്? വാട്ട് വിൽ ബി ദ പ്രൊഡക്റ്റ് ഓഫ് ദെയർ ഏജസ് നെക്സ്റ്റ് ഇയർ? അതായത് അടുത്ത വർഷം അവരുടെ പ്രായങ്ങളുടെ ഗുണനഫലം എന്തായിരിക്കും എന്നാ ചോദിച്ചത്. അതായത് അടുത്ത വർഷം നോക്ക്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയടാ, നിങ്ങളുടെ വയസ്സ് ഇപ്പൊ 10 ആണ്, അടുത്ത വർഷം എന്തായിരിക്കും? 11 ആയിരിക്കും അല്ലെ? ഇപ്പൊ 14 ആണെങ്കിൽ നിങ്ങൾക്ക് 14 ആയിരിക്കും, 14 ആണെങ്കിൽ അടുത്ത കൊല്ലം എന്താണ്? 15 ആണ്. അതുപോലെ ചൈൽഡിന്റെ വയസ്സ് x ആണെങ്കിൽ അടുത്ത കൊല്ലം എന്തായിരിക്കും? x-നോട് ഒന്ന് കൂട്ടി x+1 ആണ്. അതായത് x+1 × അമ്മന്റെ വയസ്സ് y ആണെങ്കിൽ y+1. ഈ ഗുണനഫലാണ് നിങ്ങളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ എങ്ങനെയാ കാണാ? നമുക്കറിയാം അല്ലെ? x × y xy പ്ലസ് x × 1 x പ്ലസ് y 1 × y പ്ലസ് 1 × 1 1. ഇത്രയേ ഉള്ളൂ. x+1 × y+1 എന്ന് പറഞ്ഞാൽ xy പ്ലസ് x+y പ്ലസ് 1. നമ്മളുടെ പ്രൊഡക്റ്റ് പ്ലസ് സമ്മ് പ്ലസ് 1 ആയിരിക്കും. ഇനി സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്തൂടെ? പ്രൊഡക്റ്റ് ഓൾറെഡി അറിയാം, xy എന്താണ്? 84 ആണ്, പ്ലസ് നമ്മളുടെ x+y എന്താണ്? 31 ആണ്, പ്ലസ് 1. ഓക്കെ, ഇത് എത്രയാ നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേടാ, അടുത്ത നോക്കിയാൽ വാട്ട് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദെയർ ലാസ്റ്റ് ഇയർ? അതായത് നിങ്ങളുടെ വയസ്സ് ഇപ്പൊ 14 ആണെങ്കിൽ കഴിഞ്ഞ കൊല്ലം നിങ്ങളുടെ വയസ്സ് എന്തായിരുന്നു? 13. അതിൽ നിന്ന് ഒന്ന് കുറഞ്ഞതാണ് അല്ലെ? അതായത് x-1 × y-1 എന്ത് വരും? x × y xy. ഇനി നോക്ക്, x × -1 -x, x × -1 × -y -1 × -1 പ്ലസ്, അതായത് xy മൈനസിനെ ഞാൻ പുറത്തെടുത്താൽ x+y പ്ലസ് 1. അതായത് ഇത്രമാത്രം ആലോചിച്ചാൽ മതി എൻ്റെ മക്കള്. x+1 × y+1 എന്ന് പറഞ്ഞാൽ എന്താണ്? xy പ്രൊഡക്റ്റ് പ്ലസ് സമ്മ് പ്ലസ് 1, അതായത് xy പ്ലസ് x+y പ്ലസ് 1 ആണ്. ഇനി നോക്ക്, x+1 x-1 × y-1 ആണെങ്കിലോ, നോക്ക് x-1 × y-1 ആണെങ്കിലോ ഇതുപോലെ തന്നെയാണ്, പക്ഷെ ചെറിയ വ്യത്യാസം പ്രൊഡക്റ്റ് മൈനസ് സമ്മ് പ്ലസ് 1 ആണ്. അതായത് xy മൈനസ് x+y പ്ലസ് 1 ആണ്. ഇത് മാത്രം നിങ്ങൾ ആലോചിച്ച് നോക്കൂലേ? ഒരു പ്രശ്നവുമില്ലല്ലോ. ഇനി ഇതിന്റെ ആൻസർ എന്താണ്? ഇതിന്റെ രണ്ടിന്റെയും ആൻസർ A-B. എത്രയാണ് നിങ്ങളുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഇനിയും അടിപൊളിയായിട്ട് ഇനി അടുത്ത കൊല്ലം മുതലെങ്കിലും, എനിക്ക് അടുത്ത കൊല്ലം എന്നല്ല, ഈ ഓൺ എക്സാം കഴിഞ്ഞ് ക്രിസ്മസ് എക്സാമിനെങ്കിലും എനിക്ക് അടിപൊളിയായിട്ട് പഠിക്കണം എന്ന് ആഗ്രഹമുള്ള കുട്ടികളുണ്ടെങ്കിൽ എടാ അവർക്കുള്ളതാണ് ഈ ഒരു ബാച്ച്, നമ്മളുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് ക്ലാസ് 9 ആയിട്ടുള്ളത്. ഓഗസ്റ്റ് 26 വരെ നിങ്ങൾക്ക് 2999 കേട്ടോ കിട്ടാൻ പോകുന്നത്. നമ്മളുടെ
4299 ബാച്ച് 2999 നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതും ഓഗസ്റ്റ് 26 വരെ മാത്രമാണ്. ഓഗസ്റ്റ് 26 വരെ എന്ന് പറഞ്ഞാൽ ഈ എമൗണ്ട് അല്ല ഓഗസ്റ്റ് 26 വരെ ഉള്ളത്, നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഡേറ്റ് ആണ് ഓഗസ്റ്റ് 26 വരെ. അതായത് ഒരു രജിസ്ട്രേഷൻ ഫോം കാണാം നിങ്ങളുടെ കമന്റ് ബോക്സിന്റെ മുകളിൽ. നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ആ രജിസ്ട്രേഷൻ ഫോമിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് രജിസ്ട്രേഷൻ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. എന്നിട്ട് ആ ഫില്ല് ചെയ്തിട്ട് പിന്നെ നിങ്ങൾ ആലോചിക്കുക നിങ്ങൾക്ക് ചേരണോ ചേരണ്ടേന്നൊക്കെ നിങ്ങൾ ആലോചിച്ചിട്ട് ഓക്കെ ആണ് സെറ്റ് ആണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ചേരുക. അല്ലെങ്കിൽ നോ പ്രോബ്ലം. പക്ഷേ നമ്മളിപ്പം രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായിരിക്കും പ്രശ്നം? രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് ആ ഒരു ഓഫർ പോകും കേട്ടോ. 26-ന് ശേഷം രജിസ്റ്റർ ചെയ്യുന്നവർക്കൊന്നും ഈ ഒരു ഓഫർ ഉണ്ടാവില്ല. അപ്പൊ രജിസ്റ്റർ ചെയ്യാൻ പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ, വെറുതെ ഒന്ന് രജിസ്റ്റർ ചെയ്തിട്ടേക്ക്. ഓക്കെ, അപ്പൊ മറ്റൊരു വീഡിയോവുമായി കാണാം. അതുവരേക്കും ബൈ.